ഇന്ന് കുറേ തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അത് എന്നോണ്ട് തന്നെ വീട്ടിലങ്ങനെ അധികമൊന്നും വെച്ചേന്നുമില്ല. നൈറ്റ് ഇതേ പാതിരാത്രിയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ടൊരു എനർജിക്ക് പേരയ്ക്ക ഉപ്പിലിട്ടത് കഴിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി അങ്ങ് വെച്ചിട്ട് ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് രാത്രി ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നല്ല, നമുക്ക് രാവിലെയും അത് കാപ്പിക്ക് എടുക്കാമല്ലോ. മിക്കപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ് മിഡ് നൈറ്റ് ഉണ്ടാക്കി സെറ്റാക്കി അങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ സവാള ആൻഡ് മസാലകളൊക്കെ ഇട്ട് നമ്മളിത് ചട്ടിക്കകത്തോട്ടിട്ടുണ്ട് വരട്ടിയെടുത്ത് ഇന്ന് മൺചട്ടിക്കകത്ത് അങ്ങോട്ടിരുന്ന് സ്ലോ കുക്ക് ചെയ്ത നല്ല അടിപൊളി ചിക്കൻ കറി ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിക്കൻ, ബീഫ്, മട്ടൺ അങ്ങനെയുള്ള സെക്ഷനല്ല ഞാനും. ബാക്കി മീൻ, അവിയൽ, തോരൻ, ചോറ് അങ്ങനെയുള്ള സെക്ഷനിലെ മൃദുലയും അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ കുക്കിംഗ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ അതിനിടയ്ക്കാണ് ഇത് ഈ കിടക്കുന്നത് കണ്ടോ, ഫുള്ള് അലമ്പായി കിടക്കുകയല്ലേ നമ്മുടെ കത്തി അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തതാണ്. ഇതിന് വുഡിൻ്റെ ഉണ്ട്. വുഡിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ അടിച്ച് പൂപ്പിലടിച്ച് പോകും കേട്ടോ. സ്റ്റീലാകുമ്പം ഒരു പ്രശ്നമില്ല. അപ്പം എനിവേ ഇത് ഞാൻ വാങ്ങിച്ചേ. അപ്പോൾ അത്രയും ഭാഗം നല്ല നീറ്റായില്ലേ. അതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഒരു സാധനം. നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കാത്ത നമ്മൾ ചിക്കനിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായിട്ടുണ്ട്. കിട്ടില്ല മണമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ അടിക്ക് പിടിച്ച് കരിയായിരിക്കും കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അത് കൂടിപ്പോയോ എന്നൊരു സംശയം. എന്നാലും നമുക്ക് വറ്റിച്ചെടുക്കാം. സാധനം എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു. ഞാനും അമ്പൂട്ടനും ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.